ഹുദവിമാരുടെ കൂട്ടായ്മയായ ഹാദിയ നാഷണൽ എഡ്യൂക്കേഷൻ കൗൺസിലിൻ്റെ കീഴിൽ വെസ്റ്റ് ബംഗാളിലെ 24 പർഗാനയിൽ വിവിധങ്ങളായ പദ്ധതികൾ വിപുലപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാ അലാ കുല്ലി ഹാൽ. 12 റേഞ്ചുകളിലായി 210 മക്തബുകൾ, 411 അധ്യാപകരും 9089 വിദ്യാർത്ഥികളും 18ഓളം വരുന്ന ഓഫീസ് സ്റ്റാഫുകളും 22 മോഡൽ വില്ലേജുകളുമായി മക്തബ് മഹല്ല് സംവിധാനങ്ങൾ അൽഹംദുലില്ലാ വിപുലപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സാഹചര്യവശാൽ പഠിക്കാൻ കഴിയാത്തതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ അതിന് ഭാഗ്യം ലഭിക്കാതെ അന്യം നിന്നതിൻ്റെ പേരിൽ നഷ്ടപ്പെട്ടു പോയ പ്രതാപകാലത്തെയോർത്ത് ഹാദിയയുടെ ഓരം ചേർന്നവർക്ക് വേണ്ടിയിട്ട് ഒരുക്കിയ ബിദായ കോഴ്സ്, നിലവിൽ 76 ബിദായ സെൻ്ററുകൾ അൽഹംദുലില്ലാ വിപുലപ്പെട്ട് കിടക്കുകയാണ്. 2009 പഠിതാക്കൾ 103 അധ്യാപകരുമായി വിജയകരമായി ജൈത്രയാത്ര തുടരുന്നു. ചിത്രത്തിൽ കാണുന്നത് മുഹമ്മദ് കലാം ഫാത്തിഹി, നമ്മുടെ റേഞ്ച് പ്രോഗ്രാം കോർഡിനേറ്ററാണ്. മുഴുസമയം ഹാദിയ മദ്രസ സംവിധാനങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചവരാണവർ. ഹാദിയ ദാറുൽ ഹുദ സംവിധാനത്തെ പരിചയപ്പെട്ടുകൊണ്ടുള്ള യാത്രകളിലാണ് നാം ഉള്ളത്. വെസ്റ്റ് ബംഗാളിലെ ഓൾ ഇന്ത്യ സുന്നത്ത് ജമാഅത്തിൻ്റെ അഭിവന്യരായ ജനറൽ സെക്രട്ടറി അബ്ദുൽ മതീൻ സാഹിബിനോടൊപ്പമായിരുന്നു ഇന്നത്തെ യാത്ര. അദ്ദേഹം കർമ്മമണ്ഡലത്തിൽ വ്യത്യസ്തങ്ങളായ പദ്ധതികളും പരിപാടികളും ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. ജാമിയ റഹ്മാനിയ എന്ന പേരിലുള്ള നമ്മുടെ നാടുകളിലെ അറബിക് കോളേജുകൾക്ക് സമാനമായ മദ്രസ വിദ്യാഭ്യാസം, ആസിയ മദ്രസ എന്ന പേരിൽ മഹദിയ കോഴ്സ്, ബംഗന്നൂർ എന്ന പേരിലുള്ള വീക്കിലി മാഗസിൻ തുടങ്ങിയ വിദ്യാഭ്യാസ, സാമൂഹിക, സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന മദ്രസകളിൽ ഇന്ന് സന്ദർശനം നടത്തി. വിശാലമായ രീതിയിൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം ഭൂമിയിൽ നിലവിൽ 24ഓളം കുട്ടികൾ മഹദിയ കോഴ്സ് പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നു. ദാറുൽ ഹുദ സംവിധാനത്തിലെ സിപെറ്റ്, അതിൻ്റെ കീഴിൽ വിപുലമായ 60ഓളം ക്യാമ്പസുകൾ കേരളത്തിന് അകത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഇത് കേരളത്തിന് പുറത്തുള്ള ക്യാമ്പസാണ്. 24ഓളം കുട്ടികൾ വലിയ ലക്ഷ്യങ്ങളും വലിയ ചിന്തകളുമായി അവർ പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ അധ്യാപകരുമായിട്ടും അവിടുത്തെ വിദ്യാർത്ഥിനികളുമായി അവിടുത്തെ മാനേജ്മെൻറ്റുമായി അല്പനേരം ഇന്ന് ചെലവഴിക്കാൻ സാധിച്ചു. അവരുടെയും നമ്മളുടെയും പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണാർത്ഥത്തിൽ സ്വീകരിക്കട്ടെ. ചെയ്യുന്ന ഖിദ്മത്തുകൾക്ക് മുഴുവനും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. ആഖിറത്തിലേക്കുള്ള വലിയ മുതൽക്കൂട്ടായി അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.